الحمد لله والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകുന്ന അവന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട അപാരമായ ഒരു അനുഗ്രഹമാണ് ഈ പരിശുദ്ധ റമളാനിൽ ഈ സമയം വരെ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് ആരോഗ്യവും ആയുസ്സും നൽകി എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റമളാനിനെ കുറിച്ച് പഠിപ്പിച്ചു തന്ന മഹത്വങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ അനവധി പ്രഭാഷകരിൽ നിന്നും പണ്ഡിതരിൽ നിന്നും കേട്ടവരാണ് എന്നെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ ഒരുപാട് പ്രായമുള്ള ഒരുപാട് മുതിർന്ന ഉപ്പമാരും ശബ്ദം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എൻ്റെ മുന്നിലുണ്ട്. എത്രയോ റമളാനുകൾ നാം സാക്ഷ്യം വഹിച്ചവരാണ്. എത്രയോ റമളാനിൽ ആരാധനകൾ കൊണ്ട് ജീവിതത്തെ അലങ്കാരമാക്കിയവരാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, കഴിഞ്ഞ റമളാനുകളിലൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും ഈ കഴിഞ്ഞ 5 നോമ്പ് കൊണ്ടെങ്കിലും ആ നോമ്പ് കൊണ്ട് ലഭിക്കേണ്ട യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ സമയം വരെ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം. അവിടെയാണ് നമ്മുടെയൊക്കെ മനസ്സ് മന്ത്രിക്കുന്നത്. ഇനിയും ഉണ്ടല്ലോ, ഇനിയും നോമ്പുകൾ വരാനുണ്ടല്ലോ, ഇനിയും ദിവസങ്ങൾ വരാനുണ്ടല്ലോ, അതുമല്ലെങ്കിൽ അടുത്ത റമളാനിനെങ്കിലും കാണാം നോക്കാം എന്നുള്ള ഒരു ചിന്തയാണ്. തബൂക്ക് യുദ്ധം നടക്കുകയാണ്. തബൂക്ക് യുദ്ധം നടക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് ആഹ്വാനം ചെയ്തു, യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. സ്വഹാബികളും പ്രവാചകനും ആ യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടി ഒരുങ്ങുകയാണ്. ആരെല്ലാം ആയുധങ്ങൾ സജ്ജമാക്കണം, ആരെല്ലാം വസ്ത്രങ്ങൾ സജ്ജമാക്കണം, ആരെല്ലാം ഭക്ഷണങ്ങൾ പാചകം ചെയ്യുവാൻ വേണ്ടി തയ്യാറാക്കണം. അങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കുന്ന ഒരു സാഹചര്യത്തിൽ മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞു, ശക്തമായ ചൂടാണ്, ശക്തമായ വെയിലാണ്, അതുകൊണ്ട് തന്നെ ഈ തവണ യുദ്ധത്തിന് പോകാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കപടവിശ്വാസികൾ പിറകോട്ട് വലിഞ്ഞു. അതിൽ 3 സ്വഹാബികൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു യുദ്ധത്തിന് പങ്കെടുക്കാൻ. പക്ഷേ അവർ അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബ കിറാം അവർ ഒരുങ്ങിയതുപോലെ ഒരുങ്ങാൻ തയ്യാറാകാൻ മാനസികമായി തയ്യാറാകാത്തതിന്റെ പേരിൽ പ്രവാചകനും സ്വഹാബികളും ഒക്കെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ അവരെ കൂടെ പോകുവാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്, ഇനിയും അടുത്ത ഒരു റമളാന് വരെ കാത്തിരിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരരുത്. നീ നമസ്കരിക്കുമ്പോ എന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരത്തിലാണ് ഞാൻ ഉള്ളത് എന്ന ബോധത്തോട് കൂടിയാണ് നീ നമസ്കരിക്കേണ്ടത് എന്ന് റസൂലുള്ള വസിയ്യത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും തീരുമാനിക്കണം, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ റമളാന, ഇതെന്റെ ജീവിതത്തെ അവസാനത്തെ പുണ്യങ്ങളുടെ പൂക്കാലം, നന്മകൾ വാരിക്കൂട്ടുവാനുള്ള അവസാനത്തെ നിമിഷങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാനിലാണ് നാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളുമായി റബ്ബിലേക്ക് കൈകൾ ഉയർത്തി കരയുന്ന കണ്ണുകളോടെ പിടയുന്ന ഹൃദയത്തോടെ റബ്ബിനോട് അടുക്കാനുള്ള ഒരു സന്ദർഭമാണ് റമളാൻ. പ്രാർത്ഥനകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ശക്തമായ ഒരു കയറാണ്, ഒരു ചരടാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. അലസതയാണ് കാരണം.
പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാൻ എത്രയോ പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥനക്കുള്ള ഉത്തരമൊന്നും എനിക്ക് അള്ളാഹു നൽകുന്നില്ല. നോക്കൂ നിങ്ങൾ, പലപ്പോഴും പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാറുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് രോഗങ്ങൾ കൂടുന്നത്, പ്രാർത്ഥന അർത്ഥിക്കുമ്പോൾ ഈമാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുമ്പോഴാണ് എനിക്ക് രോഗങ്ങളും എന്റെ പണവും ഒക്കെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് എന്ന് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. പക്ഷേ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം തന്നില്ലേ എന്നുള്ളതല്ല എന്റെ പ്രശ്നം, പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് സദാസമയവും എനിക്ക് നൽകണേ എന്നായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. സൂറത്ത് ഫുർഖാൻ അവസാനിക്കുന്നത്, അള്ളാഹുവിന്റെ കലാം അവതരിപ്പിച്ചത് സൂറത്ത് ഫുർഖാനിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി നമുക്ക് പാരായണം ചെയ്തു തന്നത്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കസ്സബ്തും ഫസൗഫ യകൂനു ലിസാമാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാം നമ്മോട് പറയുകയാണ്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കസ്സബ്തും ഫസൗഫ യകൂനു ലിസാമാ. നബിയേ, ജനങ്ങളോട് പറയുക, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ല എങ്കിൽ നിങ്ങളെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? സന്തോഷത്തിൽ മാത്രമാണോ, സങ്കടത്തിൽ മാത്രമാണോ നാം പ്രാർത്ഥിക്കേണ്ടത്? രോഗങ്ങളും അസുഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അല്ലാ എന്ന് വിളിക്കാറുള്ളത്, പടച്ചോനെ കാക്കനെന്ന് പറയാനുള്ളത്. അല്ല, സന്തോഷത്തിലും സമാധാനം ഉണ്ടാകുന്ന സന്ദർഭത്തിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷമില്ലാത്ത ദുഃഖമുണ്ടാകുന്ന സന്ദർഭങ്ങളിലും ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ അള്ളാഹു ഉത്തരം നൽകുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സുന്ദരമായ ഒരു മാസത്തിലാണ് ഞാനും നിങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകാൻ ചില സമീപനങ്ങൾ നമ്മുടെ ദുആകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ഇഖ്ലാസോടെ, ഖുശൂഓടെ, അതുപോലെ തന്നെ റഹബത്തോടെ, റഹബത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ഭയത്തോടെ, ആ നിലക്ക് ആത്മാർത്ഥമായിട്ടായിരിക്കണം അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. പലപ്പോഴും നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലെ? നമുക്കറിയുന്നില്ല നമ്മൾ എന്താണ് അള്ളാഹുവിനോട് പറയുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ് നമ്മൾ 33 തവണ ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു, അല്ലാഹു അക്ബർ ചൊല്ലുന്നു. എന്താ കലണ്ടറിലേക്ക് നോക്കുന്നു, അതുപോലെ തന്നെ ക്ലോക്കിലേക്ക് നോക്കുന്നു, ആരെല്ലാമാണ് മറന്നു പോകുന്നത് എന്ന് നോക്കുന്നു. നമ്മളങ്ങനെ അറിയാതെ യാന്ത്രികമായി പറയുകയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അറിയാത്തവരല്ല നമ്മൾ, മനപ്പാടമില്ലാത്തവരല്ല നമ്മൾ, പക്ഷെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ് ഞാൻ പറയുന്നത്, ആരോടാണ് പറയുന്നത് എന്ന ഒരു ബോധ്യവും ഒരാലോചനയും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ നമസ്കാരത്തിന് ശേഷം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, എന്റെ നാട്ടിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്, ബിംബങ്ങളുണ്ട്, ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ ഒരുപാട് ആരാധ്യന്മാരുണ്ട്. പലരും മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പലരും മഖബറുകളിൽ പോയി തല തച്ച് കരയുന്നു, അതുപോലെ തന്നെ വിഗ്രഹങ്ങളുടെ മുൻപിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. വിവിധ രൂപത്തിലുള്ള ദൈവങ്ങൾ എന്റെ നാട്ടിലുണ്ടാകുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബ് ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത, ഒരു തൂങ്ങി ഉറക്കം പോലും ഇല്ലാത്ത, എല്ലാത്തിനും കഴിവുള്ള അർഹമുറാഹിമായ റബ്ബാണ് എന്റെ റബ്ബ് എന്ന് ആ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരണം. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോ എനിക്ക് കണ്ണ് തന്ന, എനിക്ക് കാല് തന്ന, ശരീരത്തിന്റെ അവയവങ്ങൾ എല്ലാം ഏറ്റവും സുന്ദരമാക്കി തന്ന്, അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നാലാള് കൂടുന്ന ഒരു സദസ്സിൽ മാന്യമായി വന്നിരിക്കാനുള്ള നല്ല ശരീരം എനിക്ക് തന്ന എന്റെ റബ്ബേ, നിനക്കാണ് സർവസ്തുതി എന്ന് പറയാൻ നമ്മുടെ തലകളിലൂടെ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലൂടെ ആ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മളുടെ ഓർമ്മ വരണം. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ, നീയാണ് ഏറ്റവും വലിയവൻ പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എനിക്ക് ബലമേൽപ്പിക്കുവാൻ നീ എന്റെ കൂടെയുള്ള ഒടുക്കത്തെ അഭയമല്ല, ഒപ്പമുള്ള അഭയമാണ്, എന്റെ അപേക്ഷകൾ ഉപേക്ഷിക്കാത്തവനാണ് നീ എന്ന ബോധ്യം ആ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. പ്രിയപ്പെട്ടവരെ, യാന്ത്രികമായിട്ടുള്ള ദുആകൾക്ക് അല്ലാഹു ഉത്തരം നൽകുകയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ, അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകില്ല. നമ്മൾ അറിയണം, നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പരാതി പറയാൻ, അതിൽ നാലാളോട് പരാതി പറയാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ
നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ടാണോ എന്റെ മോഹങ്ങൾ സഫലീകരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, എന്റെ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ കരകയറാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്? ആത്മാർത്ഥമായി എന്റെ ഹൃദയത്തിൽ ഞാൻ ശ്രദ്ധയോടുകൂടിയാണോ എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഇന്നല്ലാഹ ലാ യസ്തജീബു, അള്ളാഹു ഉത്തരം നൽകുകയില്ല ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ, അശ്രദ്ധമായുള്ള ദുആകൾക്ക്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയുണ്ടാകണം. മാത്രമല്ല പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത്, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, ഞാൻ അള്ളാഹുവിനോട് തേടുന്ന എന്റെ ചോദ്യം, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്റെ അപേക്ഷ, ഞാൻ എന്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനോട് തേടുന്ന എന്റെ തേട്ടം, എന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട 3 ചിന്തകൾ: ഒന്ന്, ഞാൻ തേടുന്ന എന്റെ തേട്ടത്തിന് അള്ളാഹു ഉത്തരം നൽകണം എന്നുള്ള ആഗ്രഹം. 2, എന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകും എന്നുള്ള ഉറപ്പ്. 3, ഞാൻ തേടുന്ന എന്റെ പ്രാർത്ഥനക്ക് എന്റെ റബ്ബ് ഉത്തരം നൽകുകയില്ലേ എന്ന പേടി. ഈ പ്രതീക്ഷയും ഈ ആഗ്രഹവും ഈ പേടിയും കൂടി സംഗമിക്കുന്ന ആ ഒരു സംഗമമാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്, ആത്മാർത്ഥത എന്ന് പറയുന്നത്. ആ 3 തലങ്ങളും ചിന്തയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ കിനാവുകളും നിങ്ങളുടെ മോഹങ്ങളും അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയം നിങ്ങളുടെ സമയം ദീർഘിച്ചു പോകും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു മടുപ്പില്ലാതെയാകും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു 3 ചിന്തകളും ഉണ്ടാകണം. മറ്റൊന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അള്ളാഹുവിന് ഒരുപാട് നാമഗുണ വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ്, അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറുക. മാത്രമല്ല, ചില സമയങ്ങൾ, ചില സന്ദർഭങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ദിവസങ്ങൾ കയൗമി അറഫ മിൻ സന, വർഷത്തിൽ അറഫ ദിനത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. വറമളാന മിൻ ശുഹൂർ, മാസത്തിലെ റമളാൻ എന്ന മാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും. മാത്രമല്ല, വൽ ജുമുഅ മിനൽ ഉസ്ബു, ആഴ്ചയിലെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം നോക്കൂ. നിങ്ങൾ അറഫാ ദിനം നിങ്ങൾ ഒന്ന് മാറ്റിവെക്കും. ഇന്ന് ഞാനും നിങ്ങൾ നിൽക്കുന്ന റമളാനിലാണ്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരു മാസം. മാത്രമല്ല, ഈ റമളാനിലെ വെള്ളിയാഴ്ച ദിവസങ്ങൾ, അതോടൊപ്പം തന്നെ ഈ റമളാനിൽ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് വരുന്നവരാണ് എല്ലാവരും. അൽഹംദുലില്ലാഹ്, ആ പള്ളിയിലേക്ക് വന്ന് ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടയിൽ നമ്മൾ ഓരോരുത്തരും പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ കിനാവുകൾ, നമ്മുടെ മോഹങ്ങൾ അള്ളാഹുവിനോട് എടുത്തു പറയുക, അള്ളാഹുവിനോട് യാചിക്കുക, അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവിനോട് അപേക്ഷിക്കുക. ആ അപേക്ഷകൾ അള്ളാഹു ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു സന്ദർഭമുണ്ട്, സുജൂദിലായിരിക്കെ ഒരു അബ്ദ്, ഒരു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആഗ്രഹങ്ങളാണ്, അള്ളാഹുവിന് വലിയ മോഹമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ ഇസ്ലാം പറഞ്ഞു തന്ന, ശരീഅത്ത് പഠിപ്പിച്ചു തന്ന സമയങ്ങൾ ബോധ്യപ്പെടുത്തി ആത്മാർത്ഥതയോടെ ക്ഷമയോടെ പ്രാർത്ഥിക്കാൻ നിൽക്കുക. നോക്കൂ, നിങ്ങൾ ചില പ്രാർത്ഥനകൾക്ക് അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് പലപ്പോഴും പറയുമ്പോൾ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും അള്ളാഹു എനിക്ക് ഉത്തരം നൽകുന്നില്ല. എന്തേ കാരണമെന്ന് പലപ്പോഴും പറഞ്ഞ് പല രൂപത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളിലേക്ക് ആളുകൾ പോവുകയാണ്, വ്യതിചലിച്ചു പോവുകയാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി തന്റെ ഉമ്മയോട് അടുക്കളയിൽ സകൃതിയായി പണി നടക്കുന്ന സന്ദർഭത്തിൽ ജോലിയിലായിരിക്കുന്ന ഒരു ഉമ്മയോട് ഒരു 3 വയസ്സായ 2.5 വയസ്സായ ഒരു കുട്ടി വന്നിട്ട് മൂർച്ചയുള്ള ഒരു കത്തി ആവശ്യപ്പെട്ടാൽ ആ ഉമ്മ ആ കുട്ടിക്ക് ആ കത്തി കൊടുക്കോ? ആ കത്തി കൊടുക്കാൻ ഉമ്മാക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ആ കത്തി എടുത്തു കൊടുക്കാൻ ആ ഉമ്മാക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആ കത്തി ആ 2.5 വയസ്സ് 3 വയസ്സായ കുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ അപകടമാണ് എന്ന തിരിച്ചറിവും മുൻധാരണയും ബോധവും ഉമ്മാക്കുണ്ടായത് കൊണ്ടാണ് ആ കഴിഞ്ഞ ഒരു സാധനവും കഴിവുണ്ടായിട്ടും ആ ഉമ്മ കുട്ടിക്ക് കൊടുക്കാത്തത്. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ ചോദിക്കുന്ന നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ തരാൻ അള്ളാഹുവിന് കഴിവില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല,
പക്ഷേ അള്ളാഹുവിന് നമ്മോട് സ്നേഹം കൂടുതലാണ്. അള്ളാഹു നമ്മെ ഏറ്റവും പ്രിയമാണ്. അള്ളാഹു നമ്മോട് ഏറ്റവും സ്നേഹമാണ്. നമുക്ക് ആ ചോദിക്കുന്ന ആ ആഗ്രഹം സഫലീകരിച്ചു തന്നാൽ അത് നമുക്ക് അപ്പോൾ ഒരു അപകടമുണ്ട് എന്ന ധാരണയും അറിവും അള്ളാഹു ഉണ്ടായത് കൊണ്ടാണ് അപ്പോൾ നമുക്കത് തരാത്തത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ഒന്നുകിൽ നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ നൽകും, അതല്ല എങ്കിൽ അത് അപകടങ്ങളിൽ നിന്ന് ആ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു നമ്മളെ തടയും. 3, ആ പ്രാർത്ഥനകൾക്ക് ഇനി നമുക്ക് അപ്പത്തിന് ഉത്തരം കിട്ടിയില്ല, അതല്ല നമ്മൾക്ക് എന്തെങ്കിലും അപകടങ്ങളിൽ രക്ഷപ്പെട്ടില്ല എങ്കിലും അത് നമ്മൾ ചെയ്തതൊരു ഇബാദത്താണ്. ആയത്ത് പഠിച്ചവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ മഹ്ശറയിൽ നമ്മുടെ തുലാസ് കനം തൂങ്ങുവാൻ ഭാരമുള്ള ഒരു ദുആ ആണ്, ഒരു ഇബാദത്താണ് നാം ചെയ്തു വെച്ചിട്ടുള്ളത്. അതിനുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് അവന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരായി നമ്മൾ മാറണം. മാത്രമല്ല ദുആ ചെയ്യുമ്പോൾ ഒരു സമീപനം കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിനോട് നമ്മൾ സഹായം തേടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിന് ഏറ്റവും ഉദാഹരണമാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഈ ആയത്തിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത് പ്രാർത്ഥനയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമീപനമാണ്. പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിനോട് എടുത്തു പറയുക. യൂസുഫ് നബി പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബി, അള്ളാഹുവേ, ഖദ് ആതൈതനി മിനൽ മുൽകി, ഈ രാജ്യത്തിന്റെ അധികാരം എനിക്ക് നീ നൽകിയിട്ടുണ്ട്. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് എനിക്ക് നീ നൽകിയിട്ടുണ്ട്. ഫാത്തിറസ് സമാവാതി വൽ അർള്, എന്നിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ എടുത്തു പറയുകയാണ്. അള്ളാഹുവേ, ആകാശഭൂമികളുടെ രക്ഷിതാവ് സൃഷ്ടാവ് നീയാണ് കേട്ടോ. അൻത വലിയേ, നീയാണ് എന്റെ മൗല, നീയാണ് എന്റെ യജമാനൻ, ദുനിയാവിലും പരലോകത്തും രാജാതിരാജൻ നീയാണ്. അതുകൊണ്ട് എന്റെ ആഗ്രഹത്തെ ഞാൻ നിന്നോട് സമീപിക്കുകയാണ്, എന്റെ മോഹത്തെ ഞാൻ നിന്റെ മുന്നിൽ വെക്കുകയാണ്. നീ എന്റെ കൂടെയുള്ള അഭയമാണ് റബ്ബേ. ഞാൻ നിന്നോട് തേടുന്നത് എന്താണ്? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതാ എന്നെ നീ മരിപ്പിക്കുമ്പോ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കുകയും സച്ചരിതരായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നതാണ്. ഇതാണ് പ്രാർത്ഥനയുള്ളിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം. ഈ റമളാൻ ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെടരുത്. താബിഈ പണ്ഡിതനായ അംർ ഇബ്നു ഖൈസ് പറഞ്ഞു, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ, റമളാന് മുമ്പ് സ്വന്തത്തെ നന്നാക്കിയവന് സൗഭാഗ്യം എന്നാണ്. റമളാന് ശേഷവും നമുക്ക് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുവാനോ രക്ഷപ്പെടുത്തുവാനോ നന്നാക്കുവാനോ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ സൗഭാഗ്യം എവിടെയാണ് കൂട്ടരെ? നമ്മുടെ സൗഭാഗ്യം എത്ര വിദൂരതയിലാണ്. അതുകൊണ്ട് ഈ റമളാനെ നഷ്ടപ്പെടുത്താതെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ദുആകൾ കൊണ്ട് ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വാരിക്കൂട്ടി റഹ്മാനായ റബ്ബിലേക്ക് അടുക്കുന്നവരായി നമ്മൾ മാറുക. അർഹമുറാഹിമായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.